ഒരു ആവറേജ് മൂവിയായിരുന്നു. കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയങ്ങൾ തുടങ്ങാം, ചിലർക്ക് അല്ല സംശയം ഇല്ല എന്ന് തറപ്പിച്ച് പറയാം. ഒരു നുള്ളു വേദന വീഴും കേട്ടോ. വലിയൊരു പടമാക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നത്. സോഷ്യൽ മെസ്സേജ് പറഞ്ഞ പടമാണ് ഇത്. കോമഡി അല്ല പടം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫാമിലി ഓറിയന്റഡ് ഫിലിം വേണം. കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി എന്ത് പറയാനെന്നുള്ളതാണ്. കുഴപ്പമില്ലായിരുന്നു, ഒരു ആവറേജ് മൂവിയായിരുന്നു. കുഴപ്പമില്ല, നല്ല ഉണ്ട്. വിനയ് ഫോർട്ടൊക്കെ നല്ല അഭിനയിച്ചിട്ടുണ്ട്. ഒരു പുതിയ വെറൈറ്റി സ്റ്റോറി, കൊള്ളാം, തെറ്റില്ല. ഒരു മെസ്സേജ് നമുക്ക് ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പറ്റില്ലല്ലോ. പഴയ കാലത്ത് നടക്കുന്ന ചില സംഭവങ്ങൾ ആസ്പദപ്പെടുത്തിയായിരിക്കണം. കൂടുതൽ നമ്മൾ അതിനെപ്പറ്റി എന്ത് പറയാനെന്നുള്ളതാണ്. ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഫിലിമാണ്. കുറച്ച് തമാശയുടെ സെക്കൻഡ് പാർട്ട് നല്ല സ്റ്റോറിയിലേക്ക് മാറുന്നുണ്ട്. കൊള്ളാം, നല്ല സിനിമ തന്നെയാണ്. ആ മെസ്സേജാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് ചിന്തിക്കുന്നത്. അതെ, ഇഷ്ടപ്പെടും. കൊള്ളാം, അടിപൊളിയായിരുന്നു. പ്രേക്ഷകർക്ക് കാണാനുള്ള ഒരു സിനിമയാണ്. പടം സൂപ്പർ പടം. കോമഡി അല്ല പടം, ഒരു ഫാമിലി പടമാണ് ഇത്. സോഷ്യൽ മെസ്സേജ് പറഞ്ഞ പടമാണ് ഇത്. കോമഡി അല്ല പടം. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ഫാമിലി ഓറിയന്റഡ് ഫിലിം വേണം. എല്ലാവരും കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മാതാപിതാക്കളും കൊച്ചുങ്ങളും തമ്മിലുള്ള വൈകാരികത എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു കൊടുത്തൊരു സിനിമയാണ് ഈ പടം എന്ന് പറയുന്നത്. സംഭവം നടക്കണം എന്നുള്ളതല്ല, അങ്ങനെ സംഭവിച്ചു പോയാലും നമ്മൾ എത്രത്തോളം ഈ അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു തീവ്രത സൂക്ഷ്മമായി കാണിച്ച സിനിമകളിലൊന്നാണ് ഈ പടം എന്ന് പറയുന്നത്. ഇൻ്റർവെല്ലിൽ ഒരു ശകല ലാഗാണെങ്കിലും പടം ടോട്ടൽ നോക്കുമ്പോൾ നല്ല സിനിമ തന്നെയാണ്. പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ തീർച്ചയായും വന്ന് കാണേണ്ട സിനിമ തന്നെയാണ്. വളരെ നല്ല മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനൊരു ലാഗായിട്ട് കാണണ്ട. എങ്കിലും കുടുംബ ബന്ധങ്ങളും കുട്ടികൾ ശരിക്കും അവർ കാണേണ്ട മൂവിയാണ് എല്ലാവരും. തീർച്ചയായിട്ടും. കാര്യം ചില കുടുംബങ്ങളിലൊക്കെ ഇത്തരം സംശയങ്ങൾ ഉണ്ടാവുകയും അതിനുവേണ്ടി പിന്നെ അതൊക്കെ അങ്ങ് മറന്നു പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. പിന്നെ ഇതിനകത്ത് പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഏറ്റവും അവസാനം ജനിച്ചു വീഴുന്ന കുട്ടികൾക്കും അവകാശങ്ങളുണ്ട് അല്ലേ. പലപ്പോഴും മാതാപിതാക്കളുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങൾ, അതിൻ്റെ പേരിൽ ഈ ജനിച്ചു വീഴുന്ന കുട്ടികളുടെ അവകാശങ്ങൾ മറന്നുപോകും. ഇഷ്ടങ്ങളും അവകാശങ്ങളും ജനിച്ചു വീഴുന്ന കുട്ടികൾക്കുണ്ട്. നല്ല മൂവിയാണ്, ഫാമിലി കാണേണ്ട മൂവിയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ യൂത്തിന് ചിലപ്പോൾ ദഹിക്കണമെന്നില്ല. തീർച്ചയായിട്ടും ഫാമിലി കാണേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ വളരെ ഫാസ്റ്റായിട്ട് ഓടിപ്പോകുന്നില്ല. നമ്മുടെ ഇന്നത്തെ യുവജനങ്ങൾ നോക്കുന്നത് എപ്പോഴും അങ്ങനെയല്ല, എല്ലാം ഫാസ്റ്റായിട്ടുള്ളതാണ്. ഞാനൊരു മേക്കറാണ്, അതുകൊണ്ടാണ് അത്രയും കാര്യമായിട്ട് പറയുന്നത്. അതുകൊണ്ട് കൊള്ളാം, നല്ല മൂവിയാണ്. തീർച്ചയായിട്ടും. അല്ല, ഇത് മെസ്സേജ് എന്ന് പറയാല്ലേ, ഇത് ശരിക്കും നമ്മൾ കാണണം. ഇത്തരം സിനിമകളൊക്കെ വിജയിക്കണം. ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള പടങ്ങളൊക്കെ വരട്ടെ. കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ സംശയങ്ങൾ തുടങ്ങാം അല്ലേ, ചിലർക്ക് അല്ല സംശയം ഇല്ല എന്ന് തറപ്പിച്ച് പറയാം. എന്തുണ്ടാവാം കേട്ടോ. അങ്ങനെ ഒരു എലിമെൻ്റാണ് അത്. നമ്മളെ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാതെ പോയ ചില കാര്യങ്ങളാണ്. ഉള്ള നല്ല മൂവിയാണ്. അതങ്ങനെ കണ്ണ് നിറയ്ക്കൽ എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും നമുക്ക് ഒരു നുള്ളു വേദന വീഴും കേട്ടോ. അതാണ് അതിൻ്റെ. വിനയ് നന്നായി പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. വിനയുടെയും ഷാറുഖിൻ്റെയും പെർഫോമൻസ് നല്ലതാണ്. ഇല്ല, ആ രീതിയിൽ ഇത് സബ്ജക്റ്റീവാണ്. ഓരോരാൾ അത് എങ്ങനെയാണ് പേഴ്സണലി ഒരാൾക്ക് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ആർട്ടിസ്റ്റ് പെർഫോമൻസ് നന്നായി തോന്നി എന്നുള്ള, വിനയ് നന്നായി ചെയ്തെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയത് ഈ ആർട്ടിസ്റ്റ് പെർഫോമൻസ് നന്നായി തോന്നിയത്. കുഴപ്പമില്ല, ഇത്രയും വലിച്ചു നീട്ടേണ്ട ഒരു ആവശ്യമില്ല. ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലത്തെ എടുക്കാനുള്ള ഒരു പറയാൻ പറ്റൂല. അത് ഒരു ബാധ്യത പടമായത്. കുഴപ്പമില്ല. വലിയ മെസ്സേജ് എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്തൊരു ചെറിയൊരു അത്യാവശ്യമുള്ള ഒരു മെസ്സേജ് തന്നെ. ചിലപ്പം ചില എറർ സംഭവിക്കുന്ന ആ രീതിയിലുള്ള ഒരു മെസ്സേജ് ഉള്ള ഇത്. പക്ഷേ വലിയൊരു പടമാക്കാനുള്ള ഒരു സബ്ജക്റ്റ് ഇല്ല. കണ്ടിരിക്കുക അത്ര. അഭിനയമൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ക്ലൈമാക്സ് കൊള്ളായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായി. അതായത്